ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട കുറച്ച് ചെക്കോട്ട സാരീസ് ആയിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്ന കുറച്ച് ആർട്ട് സിൽക്കിൽ എംബ്രോയിഡറി ചെയ്ത സാരീസ് ആണ്. ഇതും 4 റെഡി ഫോർ സെയിൽ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 4 സാരീസിലും 4 ഡിഫറെൻറ്റ് സ്റ്റിച്ചസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിച്ചസിനെ പറ്റി പഠിക്കണം, ഞാൻ മിക്കപ്പോഴും ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിനെ പറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഈ സ്റ്റിച്ചസ് എല്ലാം പഠിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ അത് ട്യൂട്ടോറിയലിൽ ഈ കാണിച്ചിരിക്കുന്ന സ്റ്റിച്ചസ് എല്ലാം ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കയറി നോക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞവരെ എല്ലാം റെഡി ഫോർ സെയിലാണ്, എല്ലാം സിംഗിൾ പീസസ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ആദ്യത്തെ സാരി തന്നെ ആർട്ട് സിൽക്കിന്റെ ഒരു ബ്ലാക്ക് സാരിയാണ്. എല്ലാ സാരീസും വിത്ത് ബ്ലൗസ് പീസ് ആണ്. അപ്പോൾ ബ്ലാക്ക് ആർട്ട് സിൽക്ക് സാരിയുടെ അകത്ത് നമ്മൾ ബൂളിയൻ നോട്ടും കാസ്റ്റോൺ സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സാരി. ബ്ലാക്ക് സാരിയുടെ പല്ലുവിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത് കാസ്റ്റോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് കാസ്റ്റോൺ സ്റ്റിച്ച് വെച്ച് റോസ് തയ്ച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് കൂടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും തയ്ച്ചിട്ടുണ്ട്. ലീവ്സ് ലേസി ഡേസി വെച്ചിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രഞ്ച് നോട്ടും കുറച്ച് ട്യൂബ്സ് കട്ട് ട്യൂബ്സും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ ഒരു ഇവിടെ ഇത് നോർമൽ ബൂളിയൻ നോട്ടുമാണ്. ഈ ഒരു ഡിസൈനാണ് മുന്താണിയിൽ ഒരു സൈഡിൽ വരുന്നത്. ഒരു സൈഡിലേ ഉള്ളൂ, മറ്റേ സൈഡിൽ ഡിസൈനിങ് വരുന്നില്ല. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞു മോട്ടീവ്സ് ആണ് നമ്മുടെ റണ്ണിങ് പോർഷനിൽ ആ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് വരുന്നത്. ഇതുപോലത്തെ കുഞ്ഞു ഡിസൈൻസ് 3 ഫ്ലവേഴ്സ് ആയിട്ടുള്ള 3 ഫ്ലവറും 3 ലീവ്സും ആയിട്ടുള്ള കുഞ്ഞു മോട്ടീവ്സ് ഇങ്ങനെ പർട്ടിക്കുലർ ഗ്യാപ്പിൽ ഇങ്ങനെ റണ്ണിങ് പോർഷനിൽ 3 എണ്ണം വന്നിട്ടുണ്ട്. പല്ലൂത്തെ ഡിസൈനിങ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 44 ഇഞ്ച് വിട്ടിട്ട് നമ്മുടെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് വരുന്നത്. ചെസ്റ്റ് പോർഷനിൽ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാസ്റ്റോൺ സ്റ്റിച്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാരിയിൽ ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനത്തെ മുന്താണിയിൽ കണ്ട ആ ഒരു വലിയ ഡിസൈനിങ്ങും പിന്നെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ആക്കാനായിട്ട് അപ്പുറം ഇപ്പുറയും കുഞ്ഞത് മേളിലും ഒരു കുഞ്ഞ് ഡിസൈനിങ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഈ ഒരു ഡിസൈനിങ് തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് സാരിയിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. പിന്നെ ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസിലും സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ട് പടിയുടെ ആയിട്ട് ഇവിടെ ഒരു കുഞ്ഞു ഫ്ലവർ പാറ്റേൺ, ഈ ഒരു 3 ഫ്ലവർ ഡിസൈനിങ് തന്നെ സാരിയിലുള്ള ഡിസൈനിങ് തന്നെയാണ് സ്ലീവിൻ്റെ പടിയിലും വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിസൈനിങ് ആണ് സ്ലീവിലും വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസ് പീസാണ് ഇതുള്ളത്. അപ്പം ഇങ്ങനെയാണ് മുന്താണിയിലൊരു ഡിസൈൻ, വലിയ ഡിസൈൻ, പിന്നെ ചെസ്റ്റ് പോർഷനിലാണ് വലിയ ഡിസൈൻ, പിന്നെ കാലിൻ്റെ അവിടെയും ഒരു വലിയ ഡിസൈൻ, പിന്നെ എല്ലാം കുഞ്ഞു മോട്ടീവ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്ലീവിലും അങ്ങനത്തെ ഒരു മോട്ടീവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2300 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് ഈ സെയിം ഡിസൈനിങ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ സാരിയിൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ടൈപ്പ് ഓഫ് മെറ്റീരിയലും ചേഞ്ച് ചെയ്ത്, ഇപ്പോൾ ആർട്ട് സിൽക്കാണ്, വേറെ മെറ്റീരിയൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതാണെങ്കിലും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പറഞ്ഞേച്ചാൽ മതി, അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. നമ്മുടെ രണ്ടാമത്തെ സാരി നല്ല ബ്ലൂ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് റാണി പിങ്ക് കളർ ത്രെഡ് ഇട്ടിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അത് ഇത്തിരി ഹെവി ആയിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഹെവി എന്നുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഡിസൈൻസ് അല്ല, ഉള്ള ഡിസൈൻസ് കുറച്ച് വലിയ ഡിസൈനാണ്. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതും വിത്ത് ബ്ലൗസ് പീസ് തന്നെയാണ് വരുന്നത്. ഇതാണ് സാരി. സാരിയുടെ മുന്താണിയിൽ ഇങ്ങനെ ഒരു ലോട്ടസ് ഡിസൈൻ ആണ് വരുന്നത്. ഇത് സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഇവിടെ ഫ്ലൈ സ്റ്റിച്ചുമാണ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ഫ്ലൈ സ്റ്റിച്ച്
സ്റ്റെം സ്റ്റിച്ചും ഈ എന്താ ലോട്ടസ് ഫ്ലവറിന്റെ താഴെയായിട്ട് ഫ്രഞ്ച് നോട്ട്സും ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഡിസൈൻ വരുന്നത്. ഇതൊരു 7" പ്ലസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അപ്പൊ മുന്താണിയിൽ ഈ ഒരു ഡിസൈനിങ് വരുന്നു. നല്ല കോൺട്രാസ്റ്റ് കളേഴ്സ് ആയതുകൊണ്ട് തെറിച്ച് നിൽക്കുക. ലീഫിന്റെ കളർ ആയാലും അതുപോലെ തന്നെ ലോട്ടസിന്റെ കളർ ആയാലും തെറിച്ച് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയാണ് സാരിയുടെ മുന്താണിയിൽ വരുന്നത്. പിന്നെ വരുന്നത് നേരെ ചെസ്റ്റ് പോർഷനിലാണ് പിന്നെ വർക്കുള്ളൂ. റണ്ണിങ് പോർഷനിൽ വർക്കൊന്നുമില്ല. ചെസ്റ്റ് പോർഷനിൽ നല്ലോണം ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈനിങ് അടുപ്പിച്ച് തയ്ച്ചിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഞെറിഞ്ഞുടുക്കുമ്പോൾ നല്ല രീതിയിൽ വർക്കുള്ള രീതി പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 2 ഡിസൈൻ ചെസ്റ്റ് പോർഷനിലും വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിലും തയ്ച്ചിട്ടുണ്ട്. അത് ഇവിടെ ആയിട്ട് വരും. നമ്മുടെ ഇതാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ വരുന്നത്. അവിടെ ഇങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇതുപോലെ തയ്ച്ചിട്ടുണ്ട് ഒരു ഡിസൈനിങ്. ഇതിന്റെ വിത്ത് ബ്ലൗസ് പീസ് ആണ്. സെയിം കളർ ബ്ലൗസ് പീസ് ആണ്, മിക്സ് ആൻഡ് മാച്ച് അല്ല. സെയിം കളർ ബ്ലൗസ് പീസിന്റെ സ്ലീവിൽ ഇതുപോലെ തന്നെ ഒരു ലോട്ടസ് ഫ്ലവർ പടിയിലായിട്ട് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇത് നല്ല നല്ല കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട്, ഒരു കുഞ്ഞു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ധരിക്കാവുന്നതാണ്. അത്രയ്ക്കുള്ള നല്ല കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് നമുക്കൊരു കുഞ്ഞു പാർട്ടിക്കൊക്കെ ഉടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 2300 തന്നെയാണ് ഇതിൻ്റെ റേറ്റും. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ്. ഇതും 6.5 മീറ്റർ, 1 മീറ്റർ ആണ് ബ്ലൗസ് പീസ്. ഇന്ന് കാണിക്കുന്നതിൻ്റെയൊക്കെ ബ്ലൗസ് പീസ് 1 മീറ്റർ തന്നെയാണ്. സാരി 5.5 മീറ്ററും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സാരിയുടെ കളറ് ഒരു മെറൂൺ കളർ സാരി, ബ്രൗണിഷ് മെറൂൺ എന്ന് പറഞ്ഞൊരു കളറാട്ടോ. അതിൻ്റെ അകത്ത് നമ്മൾ മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ മുന്താണിയുടെ 2 സൈഡിലും വർക്ക് ആയിട്ടുള്ള രീതിയിലാണ് തയ്ച്ചിരിക്കുന്നത്. കുഞ്ഞ് ഡിസൈൻ ആണ്, ഒത്തിരി വലിയ ഡിസൈൻ ഒന്നും അല്ല. ഇതുപോലെ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ലേസി ഡേസി ഒക്കെ യൂസ് ചെയ്തിട്ട് തയ്ച്ചിരിക്കുന്നതാണ് ഈ ഒരു ഡിസൈൻ. ഇവിടെ ലീവ്സ് സാറ്റിൻ സ്റ്റിച്ചും ഇതുപോലെ ഇവിടെ ലേസി ഡേസി കുറച്ചും കൂടെ ഇങ്ങനെ ബഡായിട്ട് നിൽക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ലേസി ഡേസിയുടെ താത്തുന്ന പോർഷൻ കുറച്ച് നീട്ടി താത്തി വെച്ചോടെയാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. നടുക്ക് റെഡ് കളർ ത്രെഡ് കൊണ്ടാണ് ഫ്രഞ്ച് നോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ മൾട്ടി കളർ ത്രെഡും കൊണ്ടാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചിരിക്കുന്നത്. ലേസി ഡേസി ആണെങ്കിൽ സിംഗിൾ കളർ ത്രെഡ്, ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ലേസി ഡേസി തയ്ച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തയ്ച്ചിരിക്കുന്ന ഒരു സാരിയാണ്. അതിൻ്റെ അകത്ത് മുന്താണിയുടെ നടുക്കും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്താണിയുടെ നടുക്ക് ഇത് ഇവിടെ വർക്ക് ഉണ്ട്. ഒരു കുഞ്ഞ് ഡിസൈനാണ്, ഫുൾ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ മറ്റേ ഡിസൈനിൽ നിന്ന് ഒരു 3 ഫ്ലവറേ വിട്ടിട്ടുള്ളൂ. അതുപോലെ ഒരു കുഞ്ഞ് ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ ഉണ്ട്, ഇതുപോലെ ഒരു ഡിസൈൻ ഉണ്ട്. പിന്നെ ഫ്രണ്ടിലാണ് റണ്ണിങ് പോർഷനിൽ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രണ്ടിലാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇതുപോലത്തെ ഡിസൈൻ 4 എണ്ണം അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 4 എണ്ണം ഇങ്ങനെ കണ്ടിന്യൂസ് ഗ്യാപ്പ്, ഓരോരോ ഗ്യാപ്പ് പർട്ടിക്കുലർ ഗ്യാപ്പിൽ നമ്മൾ 4 എണ്ണം അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ലോണം നിറഞ്ഞിരിക്കുന്ന ഒരു സാരിയാണ്. അതുപോലെ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല ഉള്ളത്, ഇത് വിത്തൗട്ട് ബ്ലൗസ് പീസ് ആണ്. ഇതിൻ്റെ റേറ്റും 2300 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റും 2300 ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തെ സാരി കണ്ടു നോക്കാം. അടുത്ത സാരി രണ്ടാമത്തെ കാണിച്ച സാരിയുടെ സെയിം കളർ തന്നെയാണ്, ബ്ലൂ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ തയ്ച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് മുന്താണിയിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് ലൈറ്റ് പീച്ച് കളറും ലൈറ്റ് പിങ്ക് കളർ ത്രെഡും യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റെം സ്റ്റിച്ച് ഡബിൾ ഷെയ്ഡ് ആങ്കർ ത്രെഡ്, കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെമ്മും ലീഫും തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്, ഈ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ബീഡാണ്. ഈ ഫ്ലവറിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്ന ബീഡാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് മുന്താണിയുടെ ഒരു സൈഡ്. ഇത് ഈ ഒരു സാരി നമ്മൾ ബേസിക്കലി അഴിച്ചിടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ മുന്താണിയുടെ 2 സൈഡിലും നല്ലോണം ഇതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്.
അല്ല, റണ്ണിങ് പോർഷനിലില്ല. എന്താ ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്ത് കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ബേസിക്കലി ഇത് അഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഷോൾഡർ പോർഷനിൽ കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതേസമയത്ത് ചെസ്റ്റിലോട്ട് വരുന്ന പോർഷനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഷോൾഡറിൽ കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തെങ്കിൽ ചെസ്റ്റിൻ്റെ അവിടെ ഇതുപോലെ നെഞ്ചത്തുനിന്ന് താഴത്തോട്ട് നിൽക്കുന്ന പോർഷനിൽ നല്ലോണം ഡിസൈനിങ് വരുന്നുണ്ട്. അത് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും ഡിസൈനിങ് വരുന്നത്. ഇതുപോലെ ഡിസൈനിങ് വരും നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഫ്രണ്ടിൽ നല്ലോണം ഉണ്ടാവും. ഇപ്പോൾ ഞെറിഞ്ഞിടുന്ന ആൾക്കാർക്ക്, വെറുതെ സ്റ്റൈലിലൊന്നും ഞെറിഞ്ഞ് വെക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഒരു ഡിസൈനിങ് ഉണ്ടാകും. അപ്പോൾ ഫ്രണ്ടിൽ നല്ലോണം ഹെവി വർക്കുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് കുറച്ച് ഡിസൈനിങ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്, റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെയാണ് ഡിസൈനിങ് വരുന്നത്. ഇങ്ങനെ താഴത്തുനിന്ന് മേളിലോട്ട് നിൽക്കുന്ന രീതിയിൽ, സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ 3 ലൈൻസ് ആണ് വരുന്നത്. ഇതുവരെ 3 ലൈൻസ് ആണ് വരുന്നത്. അങ്ങനെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. പിന്നെ സ്ലീവിൽ, ബ്ലൗസും ഇത് വിത്ത് ബ്ലൗസ് ആണ്. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ പടിയിൽ ഇതുപോലെ ഒരു ലൈനിൽ കുറച്ച് ഫ്ലവറും ലീവ്സും ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2300 തന്നെയാണ്. അപ്പം ഇന്നത്തെ 4 സാരിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പാറ്റേണിൽ നിന്ന്, ഈ ലാസ്റ്റ് കാണിച്ച പാറ്റേൺ ഒക്കെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചതാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ചുമ്മാ ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് വരച്ചിട്ട് അവിടെ ഇവിടെ ലീവ്സും ഫ്ലവേഴ്സും നമുക്ക് കൊടുത്ത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിപ്പം ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂളിയൻ നോട്ടോ റോസിറ്റി സ്റ്റിച്ചോ ഏത് സ്റ്റിച്ച് യൂസ് ചെയ്ത് വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക ഉടനെ തന്നെ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.